ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ന്യൂസ് ഓഫ് വീൽസ് ആണ്. യെസ്. അതായത് ഈ മാസത്തെയാണോ ഈ ആഴ്ചത്തെയാണോ അങ്ങനെയല്ല, കുറച്ച് ഇപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകൾ, വാർത്തകൾ കണ്ടതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ ഓക്കെ അതിൽ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ബജാജിന്റെ ഭാഗത്ത് നിന്ന് ഒരു ടീസർ, ടി വി എസിന്റെ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിന്റെ പുതിയ സ്പൈ ഷോട്ട്, പിന്നെ ഹീറോ എക്സ്പൾസിന്റെ പുതിയ അല്ലെങ്കിൽ വലിയ വെർഷനെ കുറിച്ച്, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസുകളുണ്ട്. എന്തായാലും നമുക്ക് ഏറ്റവും ആദ്യത്തെ ന്യൂസ് നോക്കാം. ഏറ്റവും ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ടി വി എസിന്റെ നമ്മൾ കുറച്ച് നാൾ മുൻപ് സ്പൈ ഷോട്ട് കണ്ട് വീഡിയോ ചെയ്തിരുന്ന 300cc ആയിട്ടുള്ള ആ ഒരു അഡ്വഞ്ചർ, ഒരു അഡ്വഞ്ചർ ടൂറർ പോലെയുള്ള മോട്ടോർ സൈക്കിളാണ്. ആ ഒരു മോട്ടോർ സൈക്കിളിന്റെ ഒരു പുതിയൊരു സ്പൈ ഷോട്ട് കൂടി കിട്ടിയിട്ടുണ്ട്. ആ ഒരു പുതിയ സ്പൈ ഷോട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് എൻഡിലുള്ള ആ ഒരു കറക്റ്റ് ലുക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മുടെ മോട്ടോ ഗുസിയുടെ സ്റ്റെൽവിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലിന്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ഡിസൈനോടൊക്കെ വളരെ സിമിലർ ആയിട്ട് നമുക്ക് ഈ പറയുന്ന ടി വി എസിന്റെ ഏറ്റവും പുതിയ അഡ്വഞ്ചർ ടൂറർ എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിനെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ ബൾക്കിയർ ആയിട്ടുള്ള ഫീൽ തോന്നി. ഫ്രണ്ട് ഒക്കെ കാണുമ്പോൾ നല്ല ബൾക്കിയർ ആയിട്ടുള്ള ഒരു ഫീൽ ആയിട്ട് തോന്നി. അപ്പൊ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ 100% നമുക്ക് ഉറപ്പാണ് റോഡ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വെർഷൻ ആയിരിക്കും. സോഫ്റ്റ് ഓഫ് റോഡ് ഒക്കെ ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ, അഡ്വഞ്ചർ ടൂറർ ആണ് ടി വി എസ് കൊണ്ടുവരുന്നത്. എന്തായാലും വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ് ആ ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കാനായിട്ട്. പ്രത്യേകിച്ച് പുതിയ നമ്മൾ കണ്ട RTX എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എഞ്ചിൻ ഈ പറയുന്ന മോട്ടോർ സൈക്കിളായിരിക്കും ഏറ്റവും ആദ്യമായിട്ട് ഇനാഗ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. എത്ര പേര് ഈ പറയുന്ന ടി വി എസിന്റെ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ, അഡ്വഞ്ചർ ടൂറർ എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിളിന് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് കവാസാക്കിയുടെ KLX 230യുടെ പ്രൈസ് വന്നിട്ടുണ്ടല്ലോ. നീ കണ്ടില്ല എത്ര പ്രൈസ്? 3 ലക്ഷത്തിന് മുകളിലുണ്ട്. 3.30 ലാക്ക് ആണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പൊ നമ്മുടെ സാധാരണ ഒരാളെ ചിന്തിച്ചു നോക്കുമ്പോ കൂടുതൽ പോലെയാണ് എല്ലാവരും പറയുന്നതും ചിന്തിക്കുന്നതും. പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. കവാസാക്കിയുടെ KLX എന്ന് പറയുന്ന മോട്ടോർ സൈക്കിള് ബേസിക്കലി KX എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ മോട്ടോക്രോസ് മോട്ടോർ സൈക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കുറെ കാര്യങ്ങൾ KX-ൽ നിന്നും അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സസ്പെൻഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണിട്രാക്ക് ആയിട്ടുള്ള സസ്പെൻഷൻ, പിന്നെ പെരിമീറ്റർ ഫ്രെയിം, ലോങ് ട്രാവൽ ആയിട്ടുള്ള സസ്പെൻഷൻ ആണ്, പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ബ്രേക്ക് ഫ്ലൂയിഡ് റിസർവോയർ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഒരു പ്രോപ്പർ മോട്ടോക്രോസ് ബൈക്കിൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മോട്ടോർ സൈക്കിളിന് ഈ ഒരു പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓക്കെ എന്ന് പറയാം. ഞാൻ പ്രോപ്പർ പ്രൈസിംഗ് എന്നൊന്നും പറയുന്നില്ല, ഓക്കെ എന്ന് പറയാം. പക്ഷേ ഒരു കസ്റ്റമറിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഈ ഒരു മോട്ടോർ സൈക്കിളിന് കുറച്ചധികം പോരായ്മകളുണ്ട്. പോരായ്മ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ കാര്യം, ഇതൊരു ചെറിയൊരു മോട്ടോർ സൈക്കിൾ പോലെ ഫീൽ ചെയ്യും. ഇപ്പോൾ നമ്മൾ എക്സ്പൾസിന്റെ അടുത്ത് വെച്ചാൽ പോലും എക്സ്പൾസിനേക്കാളും ചെറുതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷെ അതിനേക്കാൾ പെർഫോമൻസ് ഉണ്ട്, അതിനേക്കാൾ എൻഡ്യൂറോ കാപ്പബിലിറ്റി ഉണ്ട്, പല കാപ്പബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു കസ്റ്റമറിനെ നോക്കുമ്പോൾ ഇതൊരു ചെറിയൊരു മോട്ടോർ സൈക്കിൾ പോലെ ഫീൽ ചെയ്യും. അതാണ് ഒരു നെഗറ്റീവ് പോലെ എനിക്ക് തോന്നുന്നത്. അടുത്തൊരു കാര്യം, എയർ കൂൾഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്, മോർ എൻഡ്യൂറോ ഫോക്കസ് ആണ്. എയർ കൂൾഡ് ആയിട്ടുള്ള എഞ്ചിൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കുറെ പേർക്ക് ഓൾറെഡി നമുക്കറിയാം, പുതിയ എക്സ്പൾസ് 210 വരാൻ പോകുന്നത് ലിക്വിഡ് കൂൾഡ് ആയിട്ടാണ്. ഇത് എയർ കൂൾഡേ വരുന്നുള്ളൂ. ഒരു ടൂറിംഗ് മോട്ടോർ സൈക്കിളിന് അല്ലെങ്കിൽ നമുക്ക് ടൂറിങ്ങിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ ആവശ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മോട്ടോർ സൈക്കിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള എൻഡ്യൂറോ റൈഡിങ്ങിന് മാത്രമായിരിക്കും. ലോങ് ട്രാവൽ ടൂർ ചെയ്യാം എന്നുള്ളതൊക്കെ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കേസാണ്. നിങ്ങളുടെ കയ്യിൽ ഏതൊരു മോട്ടോർ സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൂർ ചെയ്യാം. പക്ഷേ നമുക്ക് ഒരു കംഫോർട്ടായിട്ട് ടൂർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയിരിക്കില്ല കവാസാക്കിയുടെ KLX 230 എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസിന്റെ കാര്യത്തിൽ എനിക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത്. കുറെ പേരോട് ചോദിച്ചിരുന്നു പ്രൈസിങ് ബെറ്റർ ആണോ എന്നുള്ളത്. അപ്പോൾ ഒരു ഓക്കെ എന്നുള്ള ഒരു പ്രൈസിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരു പ്രോപ്പറായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചത് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൈസിൽ വരുന്നതാണ്. ഇതിന്റെ KLX 230 എന്ന് പറഞ്ഞിട്ടുള്ള റോഡ് ലീഗിലല്ലാത്തൊരു വെർഷൻ ഉണ്ട്. ആ ഒരു വെർഷന് ഇന്ത്യയിൽ പ്രൈസിങ് വരുന്നത് ഏകദേശം 5-5.5 ലക്ഷത്തിന്റെ അടുത്തേക്കാണ്. അത് റോഡ് ലീഗിലല്ല, ഓൾമോസ്റ്റ് ആ ഒരു മോട്ടോർ സൈക്കിൾ പോലെ തന്നെയാണ് ഈ പറയുന്ന KLX 230യും കവാസാക്കി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കവാസാക്കിയുടെ പ്രൈസിങ് വെച്ച് നോക്കുമ്പോൾ ഓക്കെ, ബട്ട് കസ്റ്റമറിന് അത്രയും ഒരു ഓക്കെ ആയിരിക്കില്ല ഈ ഒരു പ്രൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം, വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഓടിച്ചതിന് ശേഷം ഒന്നും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ന്യൂസാണ്, എല്ലാവരും എന്നോട് കുറേ പേര് ഷെയർ ചെയ്തു തന്ന ന്യൂസാണ് ഇൻസ്റ്റാഗ്രാമിൽ. അതാണ് നമ്മുടെ ഏറ്റവും പുതിയ ബജാജിന്റെ RS 200 RS 400 വരാൻ പോകുന്നു എന്നുള്ളത്. പക്ഷെ എനിക്ക് ഞാൻ മനസ്സിലായില്ല വണ്ടി ഏതാന്നുള്ളത്. രണ്ട് ഹെഡ്ലൈറ്റ് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഡിഫറെന്റ് ലുക്കുള്ള, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം RS 200 വന്നപ്പോൾ നമുക്ക് അതിന്റെ ഡിസൈനൊക്കെ കണ്ടപ്പോൾ എനർജിക്കയുടെ ഈഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രിക് മോഡൽ ഉണ്ട്, അതിന്റെ ഡിസൈനോട് വളരെയധികം സിമിലർ ആയിട്ട് തോന്നിയിരുന്നു. അപ്പോൾ എന്തായാലും RS 200 അല്ലെങ്കിൽ RS 400 എന്ന് പറയുന്ന മോഡൽ വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് 400 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ, RX 400 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ആയിരിക്കില്ല ബജാജ് കൊണ്ടുവരുന്നത്. ബജാജ് കൊണ്ടുവരാൻ ചാൻസ് ഉള്ളത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു RS 200 ആയിരിക്കും. കൂടുതൽ ചാൻസും അതിനാണ്. 400 എന്ന് പറയുന്ന ഒരു മെഷീന് വേണ്ടി ബജാജ് ഇൻവെസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് ഡൗട്ടാണ്. എനിക്ക് തോന്നുന്നില്ല. നമുക്ക് വളരെയധികം പേഴ്സണൽ ആയിട്ടുള്ള ആളുകളൊക്കെയാണ് അതിലുള്ളത്. പക്ഷെ ഞാൻ
നമുക്കറിയാലോ പല കാര്യങ്ങളും നമ്മൾ ചോദിക്കില്ല. അത് വേറെ ഒന്നുകൊണ്ടല്ല, അവരുടെ കോൺഫിഡൻഷ്യൽ എന്ന് പറയുന്ന രീതിയിലേക്കും പിന്നെ എൻ്റെ ഒരു മാന്യത എന്ന് പറയുന്ന രീതിയിലും ഞാൻ ചോദിക്കാതിരിക്കാൻ ബെറ്റർ. അത് ഞാൻ ചോദിച്ചിട്ടില്ല. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് തോന്നുന്നത് 200 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളാണ് വരാൻ പോകുന്നത്. അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. എസ്പെഷ്യലി നമ്മൾ എപ്പോഴും പറയുന്ന പോലെ UST ഫോക്സ്, അത് നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ഒരു നോർമൽ ആയിട്ടുള്ള കൺവെൻഷണൽ ടെലിസ്കോപ്പിൽ നിന്നും ഒരു UST ഫോക്സ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സസ്പെൻഷനിലേക്ക് വരും. പിന്നെ സ്പീഡോമീറ്ററിലെ ഒരു അപ്ഡേഷൻ ഉണ്ടായിരിക്കും. നമ്മൾ NS2 കണ്ട പോലെ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു സ്പീഡോമീറ്റർ ആയിരിക്കും വരിക. പിന്നെ LED ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് എന്ന് പറയുന്ന LED അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ബൈ ഫംഗ്ഷണൽ ആയിട്ടുള്ള ഓൾറെഡി ഒരു പ്രൊജക്ടർ ടൈപ്പ് ഹെഡ്ലൈം ആണെങ്കിലും ഒന്നും കൂടിയും ഒരു നമ്മൾ ഓൾറെഡി N160 അല്ലെങ്കിൽ അതുപോലുള്ള സീരീസിലൊക്കെ കണ്ട പോലെ കുറച്ചും കൂടി ഒരു ബൈ ഫംഗ്ഷണൽ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് ചാൻസ് ഉള്ളത്. പിന്നെ സ്പൈ ഷോട്ടുകളൊന്നും നമുക്ക് കൂടുതൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്കൊന്നും തന്നെ ഒരു കൺഫേം ചെയ്ത് പറയാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് 2 പുതിയ സ്കെച്ചസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി ഐക്മ ഓട്ടോ എക്സ്പോയിൽ ഒരു സ്കെച്ച് നമ്മൾ കണ്ടതാണ്. എക്സ്പൾസിന്റെ 421 എന്ന് പറഞ്ഞിട്ടുള്ള വലിയ എക്സ്പൾസ്, അതിന്റെ സ്കെച്ച് വന്നിട്ടുണ്ട്. അതിന് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സ്കെച്ചാണ് ഇപ്പോൾ ലീക്ക് ആയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ XMR-ന്റെ ഒരു സ്കെച്ചും കൂടി ലീക്ക് ആയിട്ടുണ്ട്. ആ ഒരു XMR-ന്റെ സ്കെച്ച് എന്ന് പറയുമ്പോൾ XMR-ന്റെ ആണോ, ചിലർ പറയുന്നു XMR 421 എന്ന് പറഞ്ഞിട്ടുള്ള വലിയ XMR-ന്റെ സ്കെച്ചാണെന്ന് പറയുന്നു. എന്തായാലും ആ വന്നിരിക്കുന്ന സ്കെച്ച് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത് ഹീറോന്റെ ഒരു ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള വെർഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു XMR 210 ബേസ് ചെയ്തിട്ട്. അവരുടെ പവൻ മുൻജാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോഴുള്ള CEO-ന്റെ അച്ഛൻ്റെ 100th ബർത്ത്ഡേ ആനിവേഴ്സറി എഡിഷൻ എന്ന് പറയുന്ന പോലെ 100 യൂണിറ്റ് ആയിട്ടുള്ള ഒരു ലിമിറ്റഡ് എഡിഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എക്സാക്ട് അതിൻ്റെ ഒരു സ്കെച്ച് പോലെയാണ്, എക്സാക്ട് അത് തന്നെയാണ്. ആ ഒരു സ്കെച്ചാണ് ഇപ്പോൾ ലീക്കായിരിക്കുന്നത്. അപ്പോൾ ഇനി ഇറങ്ങാൻ പോകുന്ന മോഡലിൻ്റെ പുതിയൊരു 421cc വരുന്നതിൻ്റെ സ്കെച്ചാണോ, അതല്ലെങ്കിൽ പഴയ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള C001 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മോഡലിൻ്റെ സ്കെച്ചാണോ എന്ന് എനിക്കറിയില്ല. കണ്ടപ്പോൾ സെയിം എക്സാക്റ്റ് ആണ് സ്കെച്ചും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഹൈലൈറ്റ് ആയിട്ടുള്ള സ്കെച്ച് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഹീറോ എക്സ്പൾസ് 421 ആണ്. ഏറ്റവും ആദ്യം നമ്മൾ ഇതിൻ്റെ സ്കെച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടത് ഐക്മ ഓട്ടോ എക്സ്പോയിൽ അവർ ഈ പറയുന്ന 421 എന്ന് പറയുന്ന മോഡൽ വരുന്നു എന്നുള്ള ഒരു ന്യൂസ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു അനൗൺസ്മെന്റ് കൊടുത്തപ്പോഴാണ്. അന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇഷ്ടമായി. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈൻ ആയിട്ടുണ്ട്. വലിയൊരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ പോലെ ഫീൽ ചെയ്തു. ഒരു ടൂറിങ്ങിന് വേണ്ടി മാത്രമുള്ളൊരു മോട്ടോർ സൈക്കിളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ആയിരിക്കും ഹീറോന്റെ എക്സ്പൾസ് 421 എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം വലിയൊരു മോട്ടോർ സൈക്കിളാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് BMW-ന്റെ ഏറ്റവും പുതിയ F900 GS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡിഷൻ ഉണ്ട്. അതിന്റെ ഓവറോൾ ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അതിനോട് വളരെയധികം സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈൻ പോലെ എനിക്ക് തോന്നി. F900 GS എന്ന് പറയുന്നതും പ്രോപ്പർ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ്. അതിനോടൊപ്പം തന്നെ പവർ എന്ന് പറയുന്നത് 45 bhp-യും ടോർക്ക് എന്ന് പറയുന്നത് 45 Nm ഓഫ് ടോർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതും ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വീൽ സൈസ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി 21 ഇഞ്ച് ഫ്രണ്ടും 18 ഇഞ്ച് റിയർ ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇതിന് ലോഞ്ച് ആണ് നമ്മളെ കുറച്ച് വിഷമിപ്പിക്കുന്നത്. 2025 ലോഞ്ച് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഇല്ല എന്ന് പറയുന്നു. 2026 ലോഞ്ച് ചെയ്യുക. അപ്പോൾ കുറച്ചധികം നാൾ വെയിറ്റ് ചെയ്യണം. പക്ഷേ അപ്പോഴേക്കും KTM-ന്റെ അഡ്വഞ്ചർ 390S വരും, എൻഡ്യൂറോ 390R വരും, പിന്നെ TVS-ന്റെ ഭാഗത്തു നിന്നുള്ള അഡ്വഞ്ചർ വരും, പിന്നെ പല മറ്റു മോഡലുകളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. BMW-ന്റെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു GS വരാനായിട്ടുള്ള ഒരു ചാൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതുവരെ കൺഫേം അല്ല. അപ്പോൾ അതാണ് ഈ പറയുന്ന എക്സ്പൾസിനെ കുറിച്ച് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. ഫൈനൽ ന്യൂസ് എന്ന് പറയുന്നത് ഹോണ്ടയുടെ യൂണിക്കോൺ 160 OBD2 എന്ന് പറയുന്ന മോഡൽ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കുറേ പേരോട് ചോദിച്ചിരുന്നു ഡ്യുവൽ ചാനൽ ആയിട്ടുള്ള ABC വരാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത്. പക്ഷേ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. ഞാൻ പ്രതീക്ഷിച്ചത് അവർ ഈ പറയുന്ന മോഡലിൽ ഡ്യുവൽ ചാനൽ ആയിട്ടുള്ള ABS കൊടുക്കുമെന്നായിരുന്നു. അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ വേറെ സംസാരിക്കാനുണ്ട്. ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് പറയാം. കുറേ വീഡിയോ പെൻഡിങ് ഉണ്ട്. ബേസിക്കലി നമ്മൾ ട്രൈ ചെയ്യാതെയല്ല, പുതിയ ന്യൂസുകൾ വരുമ്പോൾ നമ്മൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്കറിയാലോ, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ലെവൽ ഒരു ഹൈ ലെവലിലേക്ക് എത്തിയാലാണ് നമ്മൾ ചില വീഡിയോസൊക്കെ നമുക്ക് ചെയ്യുന്നതിന് ഉപകാരമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ഫോക്കസ് ന്യൂസിലേക്ക് കൊടുക്കുന്നത്. എന്തായാലും നമ്മൾ പറഞ്ഞ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യും. എല്ലാതും ഞാനിത് ഈ മേശപ്പുറത്ത് ഇങ്ങനെ അട്ടിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ഹോണ്ട യൂണിക്കോണിന്റെ പ്രൈസ് വരുന്നത് 1.19 lakh ആണ് ഷോറൂം പ്രൈസ്. പിന്നെ ഇൻസ്ട്രുമെന്റ് കൺസോൾ എന്ന് പറയുന്നത് ഫുള്ളി ഡിജിറ്റൽ ആക്കിയാലാണ്. നല്ല അടിപൊളി മീറ്റർ കൺസോൾ ആയിരുന്നു യൂണിക്കോണിന്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ ആണ്. നമ്മൾ പല സൂപ്പ് ബൈക്സിലൊക്കെ കണ്ട പോലെയുള്ള, പെട്ടെന്ന് കാണുമ്പോൾ എനിക്ക് ഹൈബൂസയുടെ മീറ്റർ കൺസോൾ പോലെ ഓർമ്മ വരും. അതുപോലെ ഹോണ്ടയുടെ ചില മോട്ടോർ സൈക്കിൾ, ഹോണ്ടയുടെ ചില സൂപ്പ് ബൈക്സിന്റെ ഒക്കെ മീറ്റർ കൺസോൾ പോലെയുള്ള അനലോഗ് ആയിട്ടുള്ള മീറ്റർ കൺസോൾ ആയിരുന്നു. അത് മാറ്റിയപ്പോൾ നമുക്ക് എന്തോ ഒരു വിഷമം. അത് മാറ്റേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അറിയാലോ, അപ്ഡേറ്റിംഗ്, പാർട്ട് ഷെയറിംഗ് അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടായിരിക്കാം ഇതിലും അവർ മാറ്റങ്ങൾ ചെയ്ത് പുതിയൊരു മീറ്റർ കൺസോൾ ആയിട്ട് കൊണ്ടുവന്നേ. എന്തായാലും യൂണിക്കോൺ ഇഷ്ടപ്പെടുന്നവർ ആ ഒരു മീറ്റർ കൺസോളും ഇഷ്ടപ്പെടാതിരിക്കില്ല. ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ, പിന്നെ ഫ്യൂവൽ ഇൻഡിക്കേഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി മീറ്റർ കൺസോൾ ആണത്. അപ്പോൾ അതാണ് എനിക്കൊരു
കാര്യം പറയാനുള്ളത്. ഇനി അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന യൂണിക്കോണിൽ ചാർജിങ് പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറയുന്ന യൂണിക്കോണിന്റെ അപ്ഡേഷനെ കുറിച്ച് പറയാനുള്ളത്. അതിനോടൊപ്പം തന്നെ കുറേ സ്റ്റാർട്ടിംഗ് ട്രിപ്പിൾ ഇഷ്യൂസ്, കുറച്ച് ഇഷ്യൂസ് ഒക്കെ യൂണിക്കോണിന് ഉണ്ടായിരുന്നു. അതൊക്കെ സോൾവ് ചെയ്ത് കുറേ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് യൂണിക്കോൺ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ യൂണിക്കോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു മോഡൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം തന്നെ 2024 തന്നെയാന്ന് തോന്നുന്നു. എനിക്ക് 2024 2023 എനിക്ക് തോന്നുന്നു. എനിക്ക് കുറേ നാളായിട്ട് ആ ഒരു ബൈക്ക് ഓടിക്കാതെ മിസ്സായിട്ട് ഞാൻ യൂണിക്കോൺ എടുത്തിട്ട് ഞാൻ ഊട്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഊട്ടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് തന്നെ പോയേ. പക്ഷെ ഞാൻ യൂണിക്കോൺ എടുത്തതെന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു യൂണിക്കോൺ വാങ്ങിയിട്ട് ഞാൻ പോയി. അത് ഏകദേശം 14-15 വർഷം പഴക്കമുള്ള യൂണിക്കോണാണ്. ഇപ്പോൾ ഓൾറെഡി 20 വർഷമായി യൂണിക്കോൺ. 20th ആനിവേഴ്സറി കൂടിയാണ് യൂണിക്കോണിൻ്റെ. എൻ്റെ വൈഫിനും കൂട്ടിയിട്ട് പോയേ. അപ്പോൾ വൈഫ് ഓൾറെഡി ഞങ്ങൾ കുറേ ട്രിപ്പ് പല ബൈക്കിൽ പോകുന്നതാണ്. പക്ഷെ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, പില്യണായിട്ട് ഇരിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു മോട്ടോർ സൈക്കിളിലാണ്. പല നല്ല ഫേമസ് ആയിട്ടുള്ള അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾസും ഒക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. സ്പോർട്സ് ടൂറിംഗ് മോട്ടോർ സൈക്കിൾ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അവൾക്ക് സൂപ്പർ ബൈക്സിൽ ഇരിക്കുന്ന അത്ര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല. സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ വെച്ച് നോക്കുമ്പോൾ അതിൽ ഭയങ്കരമായിട്ട് കംഫോർട്ട് ഫീൽ ചെയ്ത ഒരു മോഡലാണ്. പില്യനടക്കം ഓടിക്കുന്ന ആൾക്കും ആ ഒരു സെയിം ഫീല് ഓടിക്കാനായിട്ടുള്ള ഒരു റിഫൈൻമെന്റ് പഴയതിന്റെ അത്ര പുതിയതെന്ന് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾക്ക് അറിയാലോ, ഈ സെൻസർ കാര്യങ്ങളൊക്കെ വന്ന് പല കാര്യങ്ങളും നശിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ആ ഒരു മോഡൽ ഓടിക്കാനും അതുപോലെ തന്നെ പില്യനാണെങ്കിലും റൈഡർക്കാണെങ്കിലും വളരെയധികം കംഫോർട്ട് ആയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ യൂണിക്കോൺ ഇഷ്ടപ്പെടുന്നവരെ അതുപോലെ തന്നെ ഈ വീഡിയോ ഓവറോൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എന്തിനാ പറയേണ്ടത് നിനക്ക്? വീഡിയോ നമ്മൾ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് കുറച്ച് കമന്റ്സ് വന്നില്ല, അഹങ്കാരം. ഓക്കെ ആദ്യം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ കയ്യിൽ വന്ന കമന്റ് എന്ന് പറയുന്നത് അഹങ്കാരിയാണെന്നൊക്കെ. ഞാൻ ഭയങ്കര അഹങ്കാരിയാണെന്നുള്ളത് നമ്മളങ്ങനെ അഹങ്കാരമുള്ള ടീംസ് ഒന്നുമല്ല. നമ്മള് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്യാമറ ഒക്കെ വെച്ച് നമ്മളൊരു ടൈമിൽ വെച്ചിട്ടാണ് നമ്മുടെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രഷറിൽ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ തോന്നുന്നതാണ്. ആക്ച്വലി എന്താ പറയാ, അഹങ്കാരികളൊന്നും അല്ല. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാ. അങ്ങനെ അഹങ്കാരം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മള് ഒരു കോൺഫിഡൻസിലാണ് ചെയ്യുന്നത്. ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മൾ ഒരു സ്പോൺസർഷിപ്പ് നമ്മൾ ടോർക്കിൻ്റെ പേരിൽ നമ്മൾ വാങ്ങിക്കാനുള്ള ഉദ്ദേശമില്ല. അതിനോടൊപ്പം തന്നെ നമ്മൾ ഉള്ള എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നതും അങ്ങനെയാണ് ചെയ്യുന്നതും. അല്ലാതെ ചുമ്മാ ഒരു കമ്പനിയെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതവരെ നെഗറ്റീവായിട്ട് നമ്മൾ പറയില്ല. മീൻസ് ഒരു കാരണമില്ലാതെ നമ്മൾ നെഗറ്റീവും പറയില്ല, ഒരു കാരണമില്ലാതെ നമ്മൾ പോസിറ്റീവും പറയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്, അല്ലാതെ ഒരു അഹങ്കാരമില്ല. അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അത്രേ പറയാനുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാ.